നമ്മുടെ തലച്ചോറിനെയും നാഡീവ്യൂഹങ്ങളെയും അതേപോലെ തന്നെ നമ്മുടെ ഊർജ്ജത്തിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു വൈറ്റമിൻ ഉണ്ട് എന്ന് വിചാരിക്കാം. ഈ വൈറ്റമിൻ വളരെയധികം പ്രാധാന്യമേറിയതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള അറിവും അതേപോലെ തന്നെ അത് നമ്മുടെ ശരീരത്തിന് കിട്ടേണ്ട രീതിയിൽ കിട്ടണം എന്നുള്ള ഒരു ബോധ്യവും എല്ലാവർക്കും ഉണ്ടാവും. അതിനനുസരിച്ചായിരിക്കും എല്ലാവരും ജീവിക്കുന്നത് എന്നുള്ളതായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ വീഡിയോ കാണുന്ന മൂന്നിലൊരാൾക്ക് ഈ വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കും അത് ഉണ്ടാവുമായിരിക്കും. അത് എനിക്കും ഉണ്ടായിരുന്നായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈറ്റമിൻ B12 കുറിച്ചാണ്. വൈറ്റമിൻ B12 എന്താണ് എന്നും അത് ഏതൊക്കെ ഫുഡിൽ നിന്നും ലഭിക്കുന്നു എന്നുള്ള കാര്യവും നമ്മുടെ ശരീരത്തിന് എത്ര എമൗണ്ടിലാണ് ഓരോ ദിവസവും ഈ വൈറ്റമിൻ B12 വേണ്ടത് എന്നുള്ള കാര്യവും ഇതിന് ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നമുക്ക് ക്യാച്ച് ചെയ്യാം, അതിനെ എങ്ങനെ ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ സിംറ്റംസ് എന്താണ് എന്നുള്ളതും ഇത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ക്യൂർ ചെയ്യാം എന്നുള്ള കാര്യവും ഒക്കെ ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ യൂട്യൂബിൽ നിന്നും ഘോരഘോരമായി ന്യൂട്രീഷനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. എന്നാൽ എനിക്കും ഈ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി വന്നിട്ടുണ്ടായിരുന്നു വളരെ റീസെൻ്റ് ആയിട്ട്. അതിനെ ഞാൻ എങ്ങനെ ഓവർകം ചെയ്തു എന്നുള്ള കാര്യവും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ വീഡിയോ ഒരു സയന്റിഫിക് ബേസിസിൽ ചെയ്തൊരു വീഡിയോ ആണ്. വളരെയധികം കോംപ്രഹെൻസീവായി റിസർച്ച് ചെയ്ത് ഉണ്ടാക്കിയ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഈ സ്റ്റഡീസിൻ്റെ എല്ലാം ലിങ്ക്സും അതേപോലെ ഞാൻ ഇടയ്ക്ക് ആ സ്റ്റഡീസ് കാണിച്ചുമായിരിക്കും പോകുന്നത്. എന്നാൽ ഇതൊരു സ്ക്രിപ്റ്റഡ് വീഡിയോ അല്ല, പകരം ഒരു ഇംപ്രോംപ്റ്റീവ് സ്റ്റൈലിൽ ഞാൻ എടുക്കുന്ന വീഡിയോ ആണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ സ്റ്റൈൽ ഓഫ് വീഡിയോസ് ആയിരിക്കും കുറച്ചുകൂടി ഇൻഫർമേറ്റീവ് എന്ന് എനിക്ക് തോന്നി. എന്നാൽ ഇത് വളരെയധികം ലെങ്തി ആവാനുള്ള സാധ്യതയും ഉണ്ട്. കാരണം വളരെയധികം കോംപ്രഹെൻസീവ് ആയിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തിനെ കുറിച്ചാണ് അറിയേണ്ടത് എന്നുണ്ടെങ്കിൽ ആ പാർട്ടിലോട്ട് നിങ്ങൾക്ക് ടൈം സ്റ്റാമ്പ്സ് നോക്കി ചാപ്റ്റേഴ്സ് നോക്കി സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എന്നാൽ ആസ് എ നോർമൽ ലേമാൻ ഈ വീഡിയോ ഫുൾ കേട്ടിരുന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ വൈറ്റമിനെ കുറിച്ച് വളരെയധികം നോളജ് ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വൈറ്റമിൻസിനെ കുറിച്ച് സംസാരിക്കാം. ആദ്യമായിട്ട് പ്രൊനൗൺസിയേഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേ, ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഇതിനെ വിറ്റാമിൻ എന്നാണ് പറയുന്നത്. എന്നാൽ അമേരിക്കൻ ഇംഗ്ലീഷിൽ വൈറ്റമിൻ എന്നായിരിക്കും പറയുന്നത്. രണ്ടായാലും കറക്റ്റ് തന്നെയാണ്, പ്രൊനൗൺസിയേഷൻ വൈസ് സെയിം തന്നെയാണ്. അപ്പോൾ എന്താണ് വൈറ്റമിൻസ്? വൈറ്റമിൻസ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ബോഡിയിലെ പല ഫങ്ഷൻസും ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡിക്ക് കിട്ടേണ്ട ഒരു തരം കോമ്പൗണ്ട്സിനാണ് നമ്മൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൽ റിപ്പയർ, അതേപോലെ നമ്മുടെ മെറ്റബോളിസം, ഇങ്ങനെയുള്ള ബോഡിലി ഫങ്ഷൻസ് എല്ലാം പ്രോപ്പറായി നടക്കണം എന്നുണ്ടെങ്കിൽ ഈ വൈറ്റമിൻസ് നമ്മുടെ ബോഡിക്ക് കിട്ടേണ്ട രീതിക്ക് കിട്ടിയാൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് നടക്കത്തുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത്. ഈ വൈറ്റമിൻസിനെ നമുക്ക് ബേസിക്കലി രണ്ട് രീതിക്ക് നമുക്ക് തരംതിരിക്കാം. ആദ്യത്തേതിനെ എസെൻഷ്യൽ വൈറ്റമിൻസ് എന്ന് പറയും, രണ്ടാമത്തേതിനെ നോൺ എസെൻഷ്യൽ വൈറ്റമിൻസ് എന്ന് പറയും. ഈ നോൺ എസെൻഷ്യൽ വൈറ്റമിൻസിനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞോട്ടെ. ഈ നോൺ എസെൻഷ്യൽ വൈറ്റമിൻസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള വൈറ്റമിൻസിനെയാണ് നമ്മൾ നോൺ എസെൻഷ്യൽ വൈറ്റമിൻസ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ബയോട്ടിൻ, അതേപോലെ തന്നെ കൊളസ്ട്രോൾ, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ബോഡിക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ നോൺ എസെൻഷ്യൽ വൈറ്റമിൻസ് ആണ്. അതേപോലെ വൈറ്റമിൻ K2 അതിനൊരു എക്സാമ്പിൾ ആണ്. എന്നാൽ എസെൻഷ്യൽ വൈറ്റമിൻസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ എസെൻഷ്യൽ വൈറ്റമിൻസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആഹാരം വഴിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിക്കോ നമ്മുടെ ശരീരത്തിന് അത് എത്തിച്ചു കൊടുക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ എസെൻഷ്യൽ വൈറ്റമിൻസിനെ തന്നെ നമുക്ക് വീണ്ടും രണ്ടായി തരംതിരിക്കാവുന്നതാണ്. ആദ്യത്തെ നമ്മൾ വാട്ടർ സോളിബിൾ വൈറ്റമിൻസ് എന്ന് പറയും. അതായത് ബേസിക്കലി വെള്ളത്തിൽ അലിഞ്ഞു പോകാൻ കഴിവുള്ള വൈറ്റമിൻസിനെയാണ് നമ്മൾ വാട്ടർ സോളിബിൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എന്തുകൊണ്ട് അത് മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തുകൊണ്ട് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് വൈറ്റമിൻ ബി കോംപ്ലക്സ് ഉണ്ടല്ലോ, B1 B2 എന്ന് പറഞ്ഞ് ആ B12 വരെയുള്ള ആ വൈറ്റമിൻസ്, അതിനെയും അതിന് കൂടെ തന്നെ വൈറ്റമിൻ സിയും വാട്ടർ സോളിബിൾ ആണ്. എന്നാൽ ഇതിൻ്റെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസ് ആണ്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് വൈറ്റമിൻ A, D, E, K, ഇതൊക്കെ ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് വൈറ്റമിൻ B12 കുറിച്ചാണല്ലോ ഈ വീഡിയോ ഫുൾ വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു എസെൻഷ്യൽ വൈറ്റമിൻ ആണ്. കാരണം നമ്മുടെ ബോഡിക്ക് B12 ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവില്ല. കൂടെ തന്നെ അതൊരു വാട്ടർ സോളിബിൾ വൈറ്റമിൻ ആണ്. ഇതിനെ നമ്മൾ കോബാലമീൻ എന്നും കൂടെ പറയാറുണ്ട്. ഒരു സയന്റിഫിക് ടേം എന്ന് പറയുന്നത് കോബാലമീൻ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് B12 അല്ലെങ്കിൽ അത് എങ്ങനെ ഉൽപ്പാദിക്കപ്പെടുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പെട്ടെന്ന് സംസാരിക്കാം. സോ ഈ കോബാലമീൻ എന്ന് പറഞ്ഞ ആ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഇത് സിന്തസൈസ് ചെയ്യുന്നത് മൈക്രോ ഓർഗാനിസംസ് ആണ്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ തന്നെ ആക്ച്വലി ഈ വൈറ്റമിൻ B12 പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. എന്നാൽ അത് നടക്കുന്നത് നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ അവസാനമാണ്. അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്ട് എൻഡ് ചെയ്യുന്ന സ്ഥലത്താണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് അത് അബ്സോർബ് ചെയ്യാൻ കഴിയാറില്ല. അത് പ്രൊഡ്യൂസ് ചെയ്ത ഉടൻ തന്നെ ബാക്കിയുള്ള ഹ്യൂമൻ വേസ്റ്റിൻ്റെ കൂടെ അത് പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ സോയിലുള്ള, അതായത് മണ്ണിലുള്ള ബാക്ടീരിയയ്ക്കും
ഈ വൈറ്റമിൻ അല്ലെങ്കിൽ കോബാലമീൻ എന്ന് പറഞ്ഞ ആ കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാൻ കഴിവുണ്ട്. അപ്പോൾ ഈ കോബാലമീൻ ഇൻജസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് അത് വൈറ്റമിൻ B12 ആയിട്ട് മാറുന്നത്. സോ ഇതെല്ലാം ഇതിന്റെ സോഴ്സ് എല്ലാം അഗൈൻ ഹെൽത്ത് ലൈനിന്റെ ഈ റിപ്പോർട്ട് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇതാണ് അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇനി എന്തൊക്കെ രീതിയിലാണ് നമ്മുടെ ശരീരത്തിന് വൈറ്റമിൻ B12 കിട്ടുന്നത് എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാം. ബേസിക്കലി 3 രീതിക്കായിരിക്കും നമുക്ക് വൈറ്റമിൻ B12 നമ്മുടെ ശരീരത്തിലോട്ട് എത്തിക്കാൻ പറ്റുന്നത്. ആദ്യത്തെന്ന് പറയുന്നത് അനിമൽ പ്രോഡക്ട്സ് ആണ്. അതായത് മാംസ്യാഹാരം വഴി, മാംസ്യവും അതേപോലെ ബാക്കിയുള്ള അനിമൽസിൽ നിന്നും വരുന്ന പദാർത്ഥങ്ങൾ, പാല്, മുട്ട പോലുള്ള പദാർത്ഥങ്ങളിൽ നിന്നും നമുക്ക് B12 കിട്ടാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത് പറയുന്നത് ഫോർട്ടിഫൈഡ് ഫുഡ്സ് ആണ്. ഫോർട്ടിഫൈഡ് ഫുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കിയിട്ട് ആ ഫുഡിൽ ആർട്ടിഫിഷ്യലി ഇത് ആഡ് ചെയ്യുന്നുണ്ട് ഈ വൈറ്റമിൻ B12. അപ്പോൾ അങ്ങനെയുള്ള ഫുഡ്, എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീരിയൽസ് നമുക്ക് കഴിക്കാമല്ലോ. ആ സീരിയൽസോ അല്ലെങ്കിൽ പ്ലാന്റ് ബേസ്ഡ് മിൽക്ക് ഉണ്ട്, സോയ് മിൽക്ക് അതുപോലുള്ള മിൽക്ക്. അപ്പോൾ അതിലൊക്കെ വൈറ്റമിൻ B12 ആർട്ടിഫിഷ്യലി ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് കിട്ടാവുന്ന സാധ്യതയുണ്ട്. മൂന്നാമത് സപ്ലിമെന്റ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അനിമൽ പ്രോഡക്ട്സിനെ കുറിച്ച് പറയാം. അനിമൽ പ്രോഡക്ട്സിൽ ഏറ്റവും അധികം B12 കാണാറുള്ളത് ഓർഗൻസിലാണ്, ഓർഗൻ മീറ്റിലാണ്. അതായത് ലിവർ അതേപോലുള്ള മീറ്റിലായിരിക്കും ഏറ്റവും അധികം കാണപ്പെടാറുള്ളത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് മൈക്രോ ഓർഗാനിസം ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ലിവറിലൊക്കെ, അതായത് അനിമൽസിന്റെ ലിവറിലൊക്കെ ഈ മൈക്രോ ഓർഗാനിസം കാണപ്പെടാനുള്ള സാധ്യത വളരെ അധികമാണ്. അതുകൊണ്ട് തന്നെ അതിൽ വൈറ്റമിൻ B12 കണ്ടന്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ അധികമാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ലൈസ് ഓഫ് ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി റിക്വയർഡ് അമൗണ്ട് ഓഫ് വൈറ്റമിൻ B12 പല ഇരട്ടി ഓളം നമുക്ക് വൈറ്റമിൻ B12 നമുക്ക് കിട്ടുന്നതാണ് ഒരു ലിവർ സ്ലൈസ് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ. അപ്പോൾ എത്രയാണ് റിക്വയർഡ് അമൗണ്ട് എന്നുള്ളത് നമുക്ക് ഇനി വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. പക്ഷേ ബേസിക്കലി ഇത്രയും മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇനി നമുക്ക് ബാക്കിയുള്ളതിനെ കുറിച്ച് സംസാരിക്കാം. അടുത്ത സോഴ്സ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ആദ്യം ലിവർ പറഞ്ഞു അല്ലെങ്കിൽ ഓർഗൻ മീറ്റ് പറഞ്ഞു. അതേപോലെ തന്നെ അടുത്തൊരു അനിമൽ സോഴ്സ് എന്ന് പറയുന്നത് ഫിഷും സീ ഫുഡും ആണ്. അതിൽ തന്നെ സാൽമൺ എന്ന് പറഞ്ഞത്, സാൽമണിനെ നമ്മൾ പലപ്പോഴും മത്തി അല്ല ശരിക്കും പറഞ്ഞാൽ സാൽമണിന് ഒരു മലയാളം പദം ഇല്ല. മത്തി എന്ന് പറയുന്നത് സാർഡൈൻ ആണ്. പക്ഷെ എല്ലാതരം ഫിഷിലും B12 കാണപ്പെടാറുണ്ട്. അതിൽ സാൽമണിൽ വളരെ അധികമാണ്. അഗൈൻ ഒരു ഫില്ലറ്റ് ഓഫ് സാൽമൺ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു ദിവസത്തിന് എത്ര വേണമോ അതിന്റെ പല ഇരട്ടി വൈറ്റമിൻ B12 ആ ഒരു ഫില്ലറ്റ് ഓഫ് സാൽമണിൽ നിന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. പിന്നെ മാത്രമല്ല ഇതിന്റെ കൂടെ തന്നെ മറ്റുള്ള മീറ്റ് പ്രോഡക്ട്സ്, അതായത് ചിക്കൻ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റുള്ള മീറ്റ് പ്രോഡക്ട്സിൽ B12 ഉണ്ടാവാറുണ്ട്. പക്ഷെ എന്നാൽ അത് വളരെയധികം കുറവുള്ള എമൗണ്ട് മാത്രമേ കാണപ്പെടാറുള്ളൂ. ഇതേപോലെ തന്നെ എഗ്സിലും വളരെയധികം കുറവായിട്ടാണ് ഇത് കാണപ്പെടാറുള്ളത്. മാത്രമല്ല അതിൻ്റെ ബയോ അവൈലബിലിറ്റി വളരെ കുറവാണ്. എഗ്സിലുള്ള B12 ബയോ അവൈലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത് എത്രത്തോളം അബ്സോർബ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അത് പറയുന്നത്. അത് വളരെയധികം കുറവാണ് എഗ്സിൽ വരുന്നത്. അതേപോലെ തന്നെ മിൽക്കിലും ഇത് വളരെയധികം കുറവാണ്. അതിന് ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ മിൽക്ക് വഴി നമ്മൾ B12 റിക്വയർഡ് അമൗണ്ട് നമുക്ക് തികയ്ക്കണം എന്നുണ്ടെങ്കിൽ 4 ഗ്ലാസ് പാല് കുടിക്കേണ്ടി വരും എന്നുള്ളതാണ് 2015 ഈ സ്റ്റഡി പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഗ്സിലും മിൽക്കിലും വളരെ കുറവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻസിൽ, അതായത് മറ്റുള്ള അനിമൽ പ്രോഡക്ട്സ്, ലിവറോ അല്ലെങ്കിൽ സാൽമണോ അല്ലെങ്കിൽ ചിക്കൻ പോലുള്ള മറ്റുള്ള അനിമൽ പ്രോഡക്ട്സ് കഴിക്കാത്ത വെജിറ്റേറിയൻസിന് വൈറ്റമിൻ B12 ഇൻടേക്ക് വളരെ കുറവായിട്ടാണ് കിട്ടുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുട്ടയിലായാലും പാലിലായാലും അത് വളരെയധികം കുറവാണ്. പല വെജിറ്റേറിയൻസും മുട്ട കഴിക്കാറില്ല. അപ്പോൾ പാലിൽ നിന്ന് മാത്രമാണ് അവർക്ക് അത് കിട്ടാറുള്ളത്. അതും വളരെ കുറവാണ്. പിന്നെ ചീസും അതുപോലുള്ള മറ്റുള്ള ഡയറി പ്രോഡക്ട്സിൽ കുറച്ച് ട്രേസ് അമൗണ്ട്സിൽ അത് കാണാറുണ്ട്. എന്നാൽ അത് വളരെയധികം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ വൈറ്റമിൻ B12 ശരീരത്തിൽ കിട്ടുന്ന എമൗണ്ട് കുറയാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. ഇത് മാത്രമല്ല വീഗൻസിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ അനിമൽ പ്രോഡക്ട്സ് ഒട്ടും എടുക്കാത്ത വീഗൻസിന് ഈ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യത വളരെ അധികമാണ്. കാരണം യാതൊരു പ്ലാൻ പ്രോഡക്ട്സിലും എന്ത് വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ എടുത്തു കഴിഞ്ഞാലും അതിലൊന്നും വൈറ്റമിൻ B12 കാണപ്പെടാറില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിപ്പോൾ പറഞ്ഞ ആ കാര്യമുണ്ടല്ലോ, അതായത് വെജിറ്റേറിയൻസിനും വീഗൻസിനും B12 ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. എന്നാൽ അവർക്ക് മാത്രമല്ല ഈ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി വരാറുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3-ൽ ഒരാൾക്ക് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യതയുണ്ട്. ഓൾമോസ്റ്റ് ടോട്ടൽ പോപ്പുലേഷനിൽ 31% ആൾക്കാരും വൈറ്റമിൻ B12 ഡെഫിഷ്യൻ്റ് ആണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈവൻ മാംസാഹാരം കഴിക്കുന്ന ആൾക്കാർക്കും പലപ്പോഴും ഈ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി വരാറുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് ഈ അനിമൽ പ്രോഡക്ട്സിലുള്ള വൈറ്റമിൻ B12 എന്ന് പറയുന്നത് പ്രോട്ടീനുമായിട്ട് ബോണ്ടഡ് ആണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്കിന് ഇതിനെ പ്രോട്ടീനിൽ നിന്നും വേർതിരിച്ചെടുത്ത് വേണം അബ്സോർബ് ചെയ്യാൻ.
അത് കാരണം അത് വളരെ ഡിഫിക്കൽട്ട് ആവാറുണ്ട്. ഇതിൽ തന്നെ പല പഠനങ്ങളും പറയുന്നത്, എനിക്കൊന്ന് 2020 ഈ പഠനം പറയുന്നത്, ഈ പ്രോട്ടീനിൽ നിന്നും ഇതിനെ വേർതിരിക്കാൻ വേണ്ടി നമ്മുടെ സ്റ്റൊമക് ആസിഡ് ആണ് അതിനെ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ സ്റ്റൊമക് ആസിഡിലൂടെ ഈ കോബാലമീൻ എന്ന് പറഞ്ഞ ആ വൈറ്റമിൻ B12 പോകുമ്പോഴത്തേക്കും അതിൻ്റെ അബ്സോർബിലിറ്റി അല്ലെങ്കിൽ ബയോ അവൈലബിലിറ്റി വളരെയധികം കുറവാവാറുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം. അപ്പോൾ ഞാൻ ഒരുപാട് മാംസാഹാരം കഴിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാൾക്ക് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി വരാതിരിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇനി നെക്സ്റ്റ് കാര്യം പറയാനുള്ളത്, ഇത് ഏജ് കൂടുന്തോറും നമ്മുടെ ശരീരത്തിനുള്ള B12 അബ്സോർപ്ഷനുള്ള കേപ്പബിലിറ്റി കുറഞ്ഞു വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏജ് പോകുന്തോറും വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ അനിമൽ പ്രോഡക്ട്സിനെ കുറിച്ച് പറഞ്ഞു. ഇനി രണ്ടാമത്തെ ഡയറ്ററി സോഴ്സ് അല്ലെങ്കിൽ ആഹാരത്തിലുള്ള വൈറ്റമിൻ B12, ആഹാരത്തിലൂടെ വൈറ്റമിൻ B12 കിട്ടാനുള്ള സോഴ്സിനെ കുറിച്ച് സംസാരിക്കാം. അത് ഫോർട്ടിഫൈഡ് ഫുഡ്സ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീരിയൽസ് ഒരു വളരെയധികം നമ്മുടെ ഈ കോൺഫ്ലേക്സും കാര്യങ്ങളൊക്കെ കഴിക്കുന്നതിന് ഇത് ഒരു നല്ല സോഴ്സാണ്. പല കോൺഫ്ലേക്സും ആക്ച്വലി ഫോർട്ടിഫൈഡ് ആയിട്ടാണ് വരാറുള്ളത്, B12 ആഡ് ചെയ്താണ് അത് വരാറുള്ളത്. ഞാൻ വേണമെങ്കിൽ ഒരു 1-2 എക്സാമ്പിൾസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ പ്ലാന്റ് ബേസ്ഡ് മിൽക്ക്, സോയ് മിൽക്ക് ആയാലും അതേപോലെ തന്നെ ആൽമണ്ട് മിൽക്ക് ആയാലും ഓട്ട് മിൽക്ക് ആയാലും ഇതെല്ലാം B12 ഫോർട്ടിഫൈ ചെയ്ത് വരാറുണ്ട്. മൂന്നാമത് പറയുന്നത് പ്ലാന്റ് ബേസ്ഡ് മീറ്റ് ആണ്. അതായത് മീറ്റ് പോലെ പ്ലാന്റ്സ് വെച്ച് സോയ വെച്ചും മറ്റുള്ള കാര്യങ്ങൾ വെച്ചും ഉണ്ടാക്കുന്ന പ്ലാന്റ് ബേസ്ഡ് മീറ്റ് ഉണ്ടല്ലോ, അതിലും വൈറ്റമിൻ B12 ഫോർട്ടിഫൈ ചെയ്താണ് വരാറുള്ളത്. അപ്പോൾ ഇത് സ്ഥിരം കഴിക്കുന്ന ആൾക്കാർക്കും നമുക്ക് വൈറ്റമിൻ B12 നമ്മുടെ ശരീരത്തിന് കിട്ടുന്നതായിരിക്കും. എന്നാൽ ഈ അനിമൽ ബേസ്ഡ് സോഴ്സസ്, അനിമൽ പ്രോട്ടീൻ വഴി അല്ലെങ്കിൽ അനിമൽ പ്രോഡക്ട്സ് വഴി നമുക്ക് കിട്ടുന്ന B12 ഞാൻ പറഞ്ഞു, അതേപോലെ തന്നെ ഫോർട്ടിഫൈഡ് ഫുഡ്സിലൂടെ കിട്ടുന്നു എന്നുള്ളത് പറഞ്ഞു. എന്നാൽ ഇത് രണ്ട് കിട്ടുമ്പോഴും അത് ആഡിക്വേറ്റ് എമൗണ്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് ഏകദേശം ഒരു ദിവസത്തിൽ ഒരു 2-3 പ്രാവശ്യം ഇടവിട്ട് കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സ്ലൈസ് ഓഫ് അല്ലെങ്കിൽ ഒരു ഫില്ലറ്റ് ഓഫ് സാൽമണിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ആവശ്യമുള്ള ഒരു ദിവസത്തിൽ ആവശ്യമുള്ള കംപ്ലീറ്റ് വൈറ്റമിൻ B12 ഒരു ഫില്ലറ്റ് ഓഫ് സാൽമണിൽ തന്നെ കിട്ടുന്നതായിരിക്കും. എന്നാൽ അത് ഒറ്റ ഫില്ലറ്റ് രാവിലെ ഒരു പ്രാവശ്യം അത് കഴിച്ചു അങ്ങ് നിർത്തി എന്നുള്ള രീതിക്ക് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവ് എന്ന് പറയുന്നത് ആ ഫില്ലറ്റിൽ തന്നെ ഒരുപക്ഷെ 3 നമ്മൾ ഭാഗിച്ച് രാവിലെ ഒരെണ്ണം, ഉച്ചയ്ക്ക് ഒരെണ്ണം, രാത്രി ഒരെണ്ണം എന്നുള്ള രീതിക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അബ്സോർപ്ഷൻ, B12 അബ്സോർപ്ഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അത് ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. കംപ്ലീറ്റ് ആയിട്ട് ആ വൈറ്റമിൻ B12 മൊത്തം നമ്മുടെ ശരീരത്തിന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് അനിമൽ പ്രോഡക്ട്സ് ആയാലും അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്ലാന്റ് ബേസ്ഡ് സോഴ്സിൽ നിന്ന് ഫോർട്ടിഫൈ ചെയ്ത ഫുഡാണ് എന്നുണ്ടെങ്കിലും ഇത് രണ്ടും ദിവസത്തിൽ ഒരു 2-3 പ്രാവശ്യം ഇടവിട്ട് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും വൈറ്റമിൻ B12 നമ്മുടെ ബോഡി പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യാൻ. ഇനി മൂന്നാമത്തെ സോഴ്സ് എന്ന് പറയുന്നത് സപ്ലിമെന്റ് ആണ്. ഈ സപ്ലിമെന്റിനെ കുറിച്ച് നമ്മൾ ഡെഫിഷ്യൻസിനെ കുറിച്ച് സംസാരിച്ചതിന് ശേഷം സപ്ലിമെന്റ്സിനെ കുറിച്ച് നമുക്ക് വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാവുന്നതാണ്. ഓൾറൈറ്റ്, നമുക്ക് നെക്സ്റ്റ് ഡെഫിഷ്യൻസിയിലോട്ട് പോവാം. വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് മെയിനായിട്ട് 2 കാര്യങ്ങൾ കൊണ്ടാണ് നടക്കാറുള്ളത്. ഒന്ന്, നമ്മൾ വൈറ്റമിൻ B12 ഉള്ള ആഹാരം കഴിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ അനിമൽ ബേസ്ഡ് പ്രോഡക്ട്സോ അല്ലെങ്കിൽ പ്ലാന്റ് ബേസ്ഡ് പ്രോഡക്ട്സ് ആയ ഫോർട്ടിഫൈഡ് ഫുഡ്സോ ഇനഫായി ഒരാൾ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സപ്ലിമെന്റ്സോ, ഇത് മൂന്നും കഴിക്കുന്നില്ലാത്ത ഒരാൾക്കോ അല്ലെങ്കിൽ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള അബ്സോർപ്ഷൻ ഉള്ള ഒരാൾക്കോ, അതായത് അയാൾ കഴിക്കുന്നുണ്ട് എന്നാൽ അത് അയാളുടെ ബോഡി പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യുന്നില്ല, ഈ 2 രീതിക്കും നമുക്ക് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ബോഡിയിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാമെന്നും അതിൻ്റെ സിംറ്റംസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചും എങ്ങനെ അതിനെ നമുക്ക് ക്ലിനിക്കലി കൺഫേം ചെയ്യാം എന്നുള്ള കാര്യത്തിനെ കുറിച്ചും നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ ആദ്യം നമുക്ക് പറയേണ്ടത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ അത് ശരീരത്തിനെ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെയാണ്, അതായത് നമ്മുടെ നാഡീവ്യൂഹത്തിനെയാണ്. ഈ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് നമ്മൾ ബ്രെയിനും ഇൻക്ലൂഡ് ആവും. അപ്പോൾ ബ്രെയിനിനെയും നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയും കംപ്ലീറ്റ് ആയി വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ അധികമാണ്. രണ്ടാമത്, നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് RBC ഉണ്ടല്ലോ, അതിനെയും ഇത് അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസിനെ അല്ലെങ്കിൽ ഈ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അതിനെങ്ങനെയായിരിക്കും അതിന് റിയാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന് നമുക്ക് കാണാൻ പറ്റുന്ന സിംറ്റംസ് എന്തൊക്കെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആദ്യം എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ആൻഡ് ന്യൂറോളജിക്കൽ ഇഷ്യൂസ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ന്യൂറോളജിക്കൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഇഷ്യൂസ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പറയാം. ഇതിനാദ്യം പറയാനുള്ളത്, നമ്മുടെ ശരീരത്തിൽ മെത്തിൽ മാലോണൈൽ കോലൈ മ്യൂട്ടേസ് എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ
എൻസൈം പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഈ വൈറ്റമിൻ B12 ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ വൈറ്റമിൻ B12 ആവശ്യത്തോളം ഇല്ലാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ അത് ഡെഫിഷ്യൻസി ഉള്ള ഒരാൾക്ക് ഈ മെത്തിൽ മാനോണൈൽ കോയെ മ്യൂട്ടേസ് എന്ന് പറഞ്ഞ ആ എൻസൈം ഉണ്ടല്ലോ, അത് ഇനഫായി പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാറില്ല ബോഡി. ഇത് കാരണം മെത്തിൽ മാലോണിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരു ആസിഡിന്റെ ബിൽഡപ്പ് ബോഡിയിൽ സംഭവിക്കാറുണ്ട്. ഈ ആസിഡ് ഡയറക്ട്ലി നമ്മുടെ നെർവസ് സിസ്റ്റത്തിലെ ആക്സോൺ അല്ലോ, ഈ നെർവസ് സിസ്റ്റം ഉണ്ടാക്കിയേക്കുന്നത് ആക്സോൺസ് വെച്ചിട്ടാണ്. അതിനൊരു ഹെഡും ഒരു വാലും ഈ ഫോട്ടോയിൽ കാണിക്കുന്ന പോലെ ആയിരിക്കും അത് ഇരിക്കുന്നത്. അപ്പം അങ്ങനെ ഈ ഹെഡിന് വാല്, പിന്നെ വീണ്ടും അടുത്തൊരു ഹെഡ് വാല്, അങ്ങനെ ഒരു ചെയിനായിട്ടായിരിക്കും ഇത് പോകുന്നത്. അപ്പോൾ ഈ ഓരോ ഇൻഡിവിജ്വൽ, ആ ചെയിൻ്റെ ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിനാണ് നമ്മൾ ആക്സോൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ആക്സോണിനെ ഈ മെത്തിൽ മാലോണിക് ആസിഡ് എന്ന് പറഞ്ഞ ആസിഡ് ഡയറക്ട്ലി അഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് എന്തായിരിക്കും നമ്മുടെ ശരീരത്തിൽ സംഭവിപ്പിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ അഥവാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ മെത്തിൽ മാലോണിക് ആസിഡ് ഉണ്ടാവുന്നു. ആ മെത്തിൽ മാലോണിക് ആസിഡ് ആക്സോണിനെ പോയി അഫക്റ്റ് ചെയ്യുന്നു. അങ്ങനെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഡിപ്രഷനും നമുക്ക് മൂഡ് സ്വിങ്സും ഒക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇത് മാത്രമല്ല, നമുക്ക് കോഗ്നിറ്റീവ് എബിലിറ്റീസ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ബ്രെയിനിൻ്റെ, അതായത് തലച്ചോറിൻ്റെ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി, മെമ്മറി, അതായത് ഓർത്ത് വെക്കാനുള്ള കഴിവ്, ഇതൊക്കെ വളരെയധികം കുറവാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഇത് പ്രായം ചെന്നവർക്ക് ഡിമെൻഷ്യ പോലെയുള്ള ഒരു പ്രതീതി അത് കാണിക്കാറുണ്ട്. അപ്പോൾ ഇത് അഗൈൻ ഇതൊരു ടെമ്പററി എഫക്റ്റ് ആണ്. അതായത് അഥവാ വൈറ്റമിൻ B12 കുറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് മൂഡ് സ്വിങ്സ് കൊണ്ടുവരാനും അതേപോലെ തന്നെ കോഗ്നിഷൻ കുറയ്ക്കാനും ഒക്കെ സാധ്യതയുണ്ട്. എന്നാൽ ഇതിനെ കറക്റ്റ് ചെയ്ത് തിരിച്ച് വൈറ്റമിൻ ഡെഫിഷ്യൻസി മാറ്റി നോർമൽ ലെവൽസിലോട്ട് വൈറ്റമിൻ B12 കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ എഫക്ട്സ് എല്ലാം മാറി കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതാണ് ഫസ്റ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ ന്യൂറോളജിക്കൽ എഫക്റ്റ് ആണ്. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി ഇത് അഥവാ നമ്മൾ അധികം കെയർ ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ, ആദ്യം ഇത് റിവേഴ്സിബിൾ ആണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ ഒത്തിരി അധികം കാലം നമ്മൾ ഇതിനെ കെയർ ചെയ്യാതെ ഇത് ബിൽഡപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇറിവേഴ്സിബിൾ എഫക്റ്റിലോട്ട് കൊണ്ടെത്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പല പഠനങ്ങളും തെളിയിക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് ബിൽഡപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ നംനെസ്സും അതേപോലെ ടിംഗ്ലിംഗ് സെൻസേഷനും, പിന്നെ മാത്രമല്ല ഒരു ബേണിംഗ് സെൻസേഷൻ, നമ്മുടെ ശരീരം ഒരുമാതിരി ഒരു സ്കിന്നൊക്കെ ഇങ്ങനെ സ്കിന്നല്ല, പല ബോഡി പാർട്ടും ഇങ്ങനെ കത്തിപ്പിടിക്കുന്ന ഒരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടാകാനുള്ളൊക്കെ സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് എഫക്റ്റ്. ഞാൻ പറഞ്ഞ പോലെ ന്യൂറോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ എഫക്ട്സ് ആണ് ഞാൻ ആദ്യം പറഞ്ഞത്. രണ്ടാമത്, നമ്മുടെ ശരീരത്തിലെ ബാലൻസ് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ അധികമാണ്. അതായത് ഇപ്പോൾ ഒരൊറ്റ കാലിൽ നമ്മൾ നിൽക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെ നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഒരാൾക്ക്. അതേപോലെ ജനറലി നമ്മുടെ ശരീരത്തിനുള്ള ബാലൻസ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എപ്പോഴാണ് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ. ഇനി മൂന്നാമത്, നമ്മുടെ റിഫ്ലക്സ്, അതായത് നമ്മുടെ റിയാക്ഷൻ ടൈമൊക്കെ വളരെയധികം കൂടുന്നതും നമ്മുടെ റിഫ്ലക്സ് കുറയുന്നതുമായിട്ടുള്ള ഒരു എഫക്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഇനി അടുത്ത നാലാമത്തത്, കുട്ടികളിൽ ഇത് വന്നു കഴിഞ്ഞാൽ, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ അത് പുവർ ബ്രെയിൻ ഡെവലപ്മെന്റിന് കാരണമാവാറുണ്ട് എന്ന് ഈ പഠനം തെളിയിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു മെയിനായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന, അതായത് ഇത് പ്രത്യേകിച്ച് എനിക്കൊക്കെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് നമ്മുടെ നാവിലും വായിലും ഒക്കെ പുണ്ണ് വരിക എന്നുള്ള കാര്യം. അത് പ്രത്യേകിച്ച് ഈ ഗമ്മിൽ ഇവിടെയൊക്കെ പുണ്ണ് വരുന്നത്, ഈ പല്ലിൻ്റെ ഇടയ്ക്ക് പല്ലിന് താഴെ അവിടെയൊക്കെ പുണ്ണ് വരുന്നത്, അതുപോലെ നാക്കിൽ പുണ്ണ് വരുന്നത്, ഇതൊക്കെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉള്ള ഒരാൾക്ക് വളരെയധികം ചാൻസ് ഉണ്ട് ഇത് വരാനായിട്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് പ്രത്യേകിച്ച് വളരെ ചുവന്ന ക്യാവിറ്റീസ് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ചെറിയ ചെറിയ എന്താ പറയുക, ഈ പിമ്പിൾസ് പോലെ നാവിൽ പിമ്പിൾസ് വരും, അത് വളരെയധികം ചുവന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ഒരു വളരെ ക്ലിയർ ഇൻഡിക്കേഷൻ ആണ് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടെന്നുള്ള കാര്യം. ഇനി ആറാമതെന്ന് പറയുന്നത്, ഇതിന് ബ്ലഡിനെ, റെഡ് ബ്ലഡ് സെൽസിനെ അഫക്റ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് കാരണം തന്നെ അനീമിയ പോലുള്ള ഒരു കണ്ടീഷനിൽ ഇത് എത്തിക്കാറുണ്ട്. അത് കാരണം തന്നെ നമുക്ക് വളരെയധികം ഫെറ്റീഗ്ഡ് ആയിട്ട് തോന്നിക്കും. എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഒന്നും ചെയ്യാൻ വയ്യ, അല്ലാന്നുണ്ടെങ്കിൽ വളരെയധികം എനർജി ഇല്ലാതെ തോന്നിക്കുന്ന ഒരു അവസ്ഥ. മാത്രമല്ല, നമ്മൾക്ക് ശ്വാസം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് എന്ന് നമ്മൾ പറയും, അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടിലോട്ടും ഇത് പലപ്പോഴും കൊണ്ടെത്തിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വൈറ്റമിൻ B12 സിംറ്റംസ്. ഇനി നമുക്ക് വൈറ്റമിൻ B12 എങ്ങനെ നമുക്ക് ക്ലിനിക്കലി ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഈ സിംറ്റംസ് ഒക്കെ പലപ്പോഴും നമുക്ക് ചിലർക്കൊക്കെ ഈ സിംറ്റംസ് വളരെയധികം എവിഡൻ്റ് ആയി കാണാൻ പറ്റുന്നതായിരിക്കും. അത് എനിക്കൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നാവിലെ പുണ്ണെന്ന് പറഞ്ഞാൽ എനിക്ക് സ്ഥിരം വരാനുള്ള ഒരു പ്രശ്നമായിരുന്നു. അതേപോലെ ഈ വൈറ്റമിൻ B12 ഉള്ളപ്പോൾ നംനെസ്, കൈയൊക്കെ ഇങ്ങനെ നമ്പായി ഫീൽ ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം, അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ അതൊക്കെ വളരെ ക്ലിയർ ഇൻഡിക്കേഷനാണ്. അപ്പോൾ ചിലപ്പോൾ ഇതൊക്കെ വളരെ പ്രകടമായിട്ട് നമ്മുടെ ശരീരത്തിൽ കാണും, എന്നാൽ ചിലർക്ക് ഇതൊന്നും കാണത്തില്ല, എന്നാൽ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടാവും. സോ അതുകൊണ്ട് നമ്മൾ ഒരു ക്ലിനിക്കലി ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ എപ്പോഴും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാര്യം, ഞാൻ ഇവിടെ സ്ട്രെസ് ചെയ്ത് പറയുന്നത്,
ഏകദേശം ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മളെല്ലാവരും എല്ലാ വൈറ്റമിൻസിനെയും ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ വളരെ നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. കാരണം ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ നമുക്ക് തന്നെ ഈ സിംറ്റംസ് കാരണം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ വളരെ ക്ലിയർ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ കഴിഞ്ഞ 4-5 വർഷമായി വളരെയധികം ബാലൻസ്ഡ് ഡയറ്റ് എടുക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ കൂടി എനിക്ക് B12 ഡെഫിഷ്യൻസി വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും, ഈ ന്യൂട്രീഷനെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കുന്ന വ്യക്തിയും മാത്രമല്ല ഇത് വളരെയധികം ഫോളോ ചെയ്യണം എന്ന് കോൺഷ്യസ് ആയി എഫേർട്ട് ഇടുന്ന വ്യക്തിയും കൂടിയാണ് ഞാൻ. എന്നാൽ കോൺഷ്യസ് ആയ എഫേർട്ട് ഇട്ട് നമ്മൾ ആവശ്യത്തിൽ അത്ര B12 കഴിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മുടെ ശരീരത്തിന് B12 ഡെഫിഷ്യൻസി ഉണ്ടാകാൻ പാടില്ല എന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനഫായി B12 എടുക്കാത്ത ആൾക്കാർക്കും മാത്രമല്ല ഇനഫായി B12 എടുത്തു കഴിഞ്ഞാലും ആ അബ്സോർപ്ഷൻ പ്രോപ്പറായി നടക്കാത്ത ആൾക്കാർക്കും ഈ B12 ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യതയുണ്ട്. അത് ഈ B12 മാത്രമല്ല ഏത് വൈറ്റമിനും ഈ പ്രോബ്ലം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒപ്പീനിയനിൽ നിങ്ങളെല്ലാവരും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു കംപ്ലീറ്റ് വൈറ്റമിൻ പ്രൊഫൈൽ ചെക്ക് എടുക്കുക. ഒരുപക്ഷെ ഒരു 3000 തൊട്ട് 4000 രൂപ വരെ ആവുമായിരിക്കും. എന്നാൽ അത് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നിങ്ങളുടെ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രകടമായി അത് കാണപ്പെടാറില്ല, ഒരു സിംറ്റംസും കാണപ്പെടാറില്ല, എന്നാലും നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ വൈറ്റമിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു വൈറ്റമിൻ ടെസ്റ്റ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഒരു നോർമൽ ബ്ലഡ് ടെസ്റ്റിൽ ആബ്സല്യൂട്ട് ന്യൂട്രോഫൈൽ കൗണ്ട് എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. സോ നോർമൽ ബ്ലഡ് ചെക്കപ്പിൽ പോകുമ്പോൾ ആബ്സല്യൂട്ട് ന്യൂട്രോഫൈൽ കൗണ്ട് എന്ന് പറയുന്നത് വളരെയധികം കുറവാണ് എന്നുണ്ടെങ്കിൽ അത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിക്ക് ഒരു കാരണമാവാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി ഒരു കോസ് അല്ല ഞാൻ പറയുന്നത്, പകരം ഇതൊരു ഇൻഡിക്കേറ്റർ ആണ്. അതായത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ആബ്സല്യൂട്ട് ന്യൂട്രോഫൈൽ കൗണ്ട് എന്ന് പറയുന്നത് കുറയാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. എന്നാൽ അതൊരു ഡെഫിനിറ്റീവ് ഒരു തിങ് ആവാറില്ല. ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ ആബ്സല്യൂട്ട് ന്യൂട്രോഫൈൽ കൗണ്ട് കുറഞ്ഞുകൊണ്ട് മാത്രം അത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കാരണം മാത്രമായി തന്നെ സംഭവിക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു നോർമൽ ബ്ലഡ് ചെക്കപ്പിൽ നിങ്ങൾക്ക് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡെഫിനിറ്റീവായി അറിയാൻ പറ്റത്തില്ല. എന്നാൽ ഈ ആബ്സല്യൂട്ട് ന്യൂട്രോഫൈൽ കൗണ്ട് കുറവാണെങ്കിൽ അത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കാരണം ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റ് ഹോം ടെസ്റ്റ് എടുക്കാവുന്നതാണ്. അതായത് വീട്ടിൽ തന്നെ ഇരുന്ന് എടുക്കാൻ പറ്റുന്ന വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ടെസ്റ്റ്, അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്യുന്ന ടെസ്റ്റ് ഉണ്ട്, വൈറ്റമിൻ B12 ലെവൽസ് ചെക്ക് ചെയ്യുന്ന ടെസ്റ്റ് ഉണ്ട്. എന്നാൽ അതിനേക്കാളും കൂടുതൽ ആധികാരികത ഉള്ളത്, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഡെഫിനിറ്റീവ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ മെത്തിൽ മാലോണിക് ആസിഡ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ മെത്തിൽ മാലോണിക് ആസിഡ് തന്നെ ചെക്ക് ചെയ്യുന്ന MMA ടെസ്റ്റ് എന്ന് പറഞ്ഞ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു ലാബിൽ പോയിട്ട് എനിക്ക് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ MMA ടെസ്റ്റ് ആയിരിക്കും മിക്കവാറും എടുക്കാറുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ അവരൊരു ഹോമോസിസ്റ്റിൻ ലെവൽസ് ചെക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റും പലപ്പോഴും എടുക്കാറുണ്ട്. ഇത് രണ്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ ശരീരത്തിൽ എത്രത്തോളം വൈറ്റമിൻ B12 ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അവർ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നോർമൽ ഒരു ശരാശരി മനുഷ്യന് ഉണ്ടാകുന്ന വൈറ്റമിൻ B12 എന്ന് പറയുന്നത് 197 തൊട്ട് 770 പൈക്കോഗ്രാം പെർ മില്ലിലിറ്റർ. പൈക്കോഗ്രാം എന്ന് പറയുന്നത് 100 കോടിയിൽ ഒരു 1 എന്നുള്ളതാണ് ഒരു പൈക്കോഗ്രാം എന്ന് പറയുന്നത്. അതായത് ഒരു ഗ്രാമിൻ്റെ 100 കോടിയിലെ ഒരു ഭാഗമാണ് ഒരു പൈക്കോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അത് 197 തൊട്ട് 770 ml പൈക്കോഗ്രാം പെർ മില്ലിലിറ്റർ ആയിരിക്കണം നമ്മുടെ നോർമൽ B12 ലെവൽ നമ്മുടെ ബ്ലഡിൽ കാണപ്പെടാറുള്ളത്. അതായത് വളരെ കുറച്ച് മതി നമ്മുടെ ബ്ലഡിൽ B12 ലെവൽ എന്ന് പറയുന്നത്. എന്നാൽ അതിനേക്കാൾ കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡെഫിഷ്യൻ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ഇത് വൺസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡെഫിഷ്യൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ ഒരു സപ്ലിമെൻറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആനിമൽ പ്രോഡക്ട്സിൽ നിന്നും നമുക്ക് B12 കിട്ടാവുന്നതാണ്, ഫോർട്ടിഫൈഡ് ഫുഡ്സിൽ നിന്നും കിട്ടാവുന്നതാണ്. മൂന്നാമത് സപ്ലിമെൻ്റ് ആണ്, അതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞു. സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് നമുക്കിപ്പോൾ സംസാരിക്കാം. സോ സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് റിക്വയർഡ് എമൗണ്ട് ഓഫ് B12 എന്ന് പറയുന്നത് 2.4 മൈക്രോഗ്രാം ആണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള B12 എന്ന് പറയുന്നത്. അതായത് മൈക്രോഗ്രാം എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി ഒരു ഗ്രാമിൻ്റെ ദശലക്ഷത്തിൽ ഒരു ഭാഗമാണ് ഒരു മൈക്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ കുഞ്ഞ് എമൗണ്ട് ഓഫ് B12 മതി നമുക്ക് നമ്മുടെ ഡെയിലി റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ റിക്വയർഡ് ഡയറ്ററി അലവൻസസ് RDA എന്ന് പറയുന്നത് അത്രയും മതി. 2.4 മൈക്രോഗ്രാം മാത്രം മതി നമ്മുടെ ശരീരത്തിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 2.4 മൈക്രോഗ്രാം എടുത്താൽ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2.4 മൈക്രോഗ്രാം എടുത്താൽ പോരാ. കാരണം നമ്മുടെ ശരീരത്തിൽ 2.4 മൈക്രോഗ്രാം അബ്സോർബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ
അതിനേക്കാൾ കൂടുതൽ എമൗണ്ട് ഓഫ് B12 നമ്മൾ കൺസ്യൂം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എത്ര കൂടുതൽ കൺസ്യൂം ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2018 ഈ സ്റ്റഡി പറയുന്നത് ഏകദേശം 50 മൈക്രോഗ്രാം ഉള്ള ഒരു സപ്ലിമെന്റ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ, ഒന്നിൽ കൂടുതലോ സപ്ലിമെന്റ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഏകദേശം 2.4 മൈക്രോഗ്രാം അബ്സോർപ്ഷൻ നടക്കും എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഡെയിലി സപ്ലിമെന്റ് നമ്മൾ കഴിക്കുവാണ് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 50 മൈക്രോഗ്രാം ഉള്ള സപ്ലിമെന്റ് നമ്മൾ എടുക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അഥവാ 50 മൈക്രോഗ്രാം ഉള്ള ഡെയിലി സപ്ലിമെന്റ് എടുക്കാൻ താല്പര്യമില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീക്ക്ലി സപ്ലിമെന്റ് എടുക്കാവുന്നതാണ്. വീക്ക്ലി സപ്ലിമെന്റ് എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൂടുതൽ കഴിക്കും തോറും അതിനനുസരിച്ച് കൂടുതൽ B12 അങ്ങനെ ഈസി ആയിട്ട് ലീനിയർ ആയിട്ട് അബ്സോർപ്ഷൻ നടക്കാറില്ല. എത്രത്തോളം നമ്മൾ കൂടുതൽ കഴിക്കുന്നോ അതിനനുസരിച്ച് ഇതിൻ്റെ അബ്സോർപ്ഷൻ കുറഞ്ഞായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീക്ക്ലി ആണ് ഇത് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഡോസേജ് കൂട്ടിയായിരിക്കണം എടുക്കേണ്ടത്. അത് തന്നെ എത്രയാണെന്ന് ആ 2018 ഈ സ്റ്റഡി തന്നെ പറയുന്നുണ്ട്. അത് പറയുന്നത് വീക്ക്ലി സപ്ലിമെന്റ് ആണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 2000 മൈക്രോഗ്രാമോളം നമ്മൾ ഒരു വീക്കിൽ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു വീക്കിൽ ഒരു ടാബ്ലറ്റ് ആണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ 2000 മൈക്രോഗ്രാം B12 ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം അതിൽ നിന്നും 2.4 മൈക്രോഗ്രാം പെർ ഡേ എന്നുള്ള ആ റേഞ്ചിൽ അബ്സോർപ്ഷൻ നടക്കുന്നതായിരിക്കും എന്നുള്ളതാണ്. ഇനി നമുക്ക് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഈ എസെൻഷ്യൽ വൈറ്റമിൻ ആണെന്ന് പറഞ്ഞു, വൈറ്റമിൻ B12, അതിൻ്റെ കൂടെ തന്നെ വാട്ടർ സോളിബിൾ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അത് ബേസിക്കലി നമ്മൾ വാട്ടർ സോളിബിൾ എന്ന് പറഞ്ഞ വൈറ്റമിൻസ് എക്സസ് ലെവലിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ 2.4 മൈക്രോഗ്രാം ആണ് നമ്മുടെ ശരീരത്തിന് B12 വേണ്ടത്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ കഴിച്ചു എന്ന് വിചാരിക്കാം. ഞാൻ അഥവാ 2.4 പകരം 5.5 എടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ബാക്കിയുള്ള ഈ 3.1 എന്ന് പറയുന്നത് വാട്ടർ സോളിബിൾ ആയതുകൊണ്ട് തന്നെ അതിനെ നമ്മുടെ ബോഡി എക്സ്ക്രീറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് മൂത്രവിസർജനത്തിലൂടെയും ബാക്കിയുള്ള എക്സ്ക്രീഷൻ വഴിയും അതിനെ പുറന്തള്ളാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിനുണ്ട്. അപ്പോൾ 2 വൈറ്റമിൻസ് ആണ് വാട്ടർ സോളിബിൾ എന്ന് ഞാൻ പറഞ്ഞു. സിയും അതേപോലെ B കോംപ്ലക്സും, ബിയിലുള്ള എല്ലാ B1 B2 എന്ന് പറഞ്ഞാൽ B12 വരെയുള്ള എല്ലാ ബിയും അതിൻ്റെ കൂടെ സിയും, ഇത് രണ്ടും വാട്ടർ സോളിബിൾ ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ എടുത്തു കഴിഞ്ഞാലും അത് നമ്മുടെ ശരീരം മൂത്രവിസർജനത്തിലൂടെ അത് പുറത്തു തള്ളുന്നതായിരിക്കും. എന്നാൽ ഫാറ്റ് സോളിബിൾ ആയത്, അതായത് A, C, K, E ഇതുപോലുള്ള വൈറ്റമിൻസ് ഫാറ്റ് സോളിബിൾ ആയതുകൊണ്ട് തന്നെ ഫാറ്റിനെ പുറന്തള്ളാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിന് ഇല്ല. അതുകൊണ്ട് തന്നെ അത് എക്സസ് ലെവൽ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ബോഡിക്ക് ടോക്സിക് ആയിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ B12 നമ്മൾ കുറച്ച് കൂടുതൽ കഴിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ ശരീരത്തിന് യാതൊരു പ്രശ്നവും വരാറില്ല. ഒരിക്കൽ കൂടി ഇതൊരു മെഡിക്കൽ അഡ്വൈസ് അല്ല. നിങ്ങൾ എന്ത് സപ്ലിമെന്റ്സ് കഴിക്കുവാണ് എന്നുണ്ടെങ്കിലും ഒരു ഡോക്ടറുടെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ കഴിക്കാൻ പാടുള്ളൂ. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് നോളജ് പറഞ്ഞു തരാൻ വേണ്ടി, ആ ഒരു നോളജ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ കേസിലോട്ട് വരാം. എനിക്ക് വൺസ് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കണ്ടുപിടിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും 197 to 770 ആണ് ഉണ്ടാവേണ്ടത്. എന്നാൽ എനിക്ക് ഉണ്ടായിരുന്ന ഓൾമോസ്റ്റ് ഒരു 122 ആണെന്ന് തോന്നുന്നു. അതിൻ്റെ റിപ്പോർട്ട് ഞാൻ ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ ആ ലെവൽ ഐഡന്റിഫൈ ചെയ്ത ശേഷം എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്യപ്പെട്ട മെഡിസിൻ എന്ന് പറയുന്നത് ഈ മെഡിസിൻ ആണ്. ഇത് ആക്ച്വലി മെഗാന്യൂറോൺ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് ആണ്. ഇത് ആക്ച്വലി 1500 മൈക്രോഗ്രാം ഉള്ള ഒരു സപ്ലിമെന്റ് ആണ്. അപ്പോൾ ഇത് ഡെയിലി എടുക്കാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വേണ്ടെന്ന് പറയുന്നത് വെറും 2.4 മൈക്രോഗ്രാം ആണ്. എന്നാൽ എനിക്ക് ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ട് തന്നെ 1500 മൈക്രോഗ്രാമോളം ഉള്ള സപ്ലിമെന്റ് ആണ് എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്യപ്പെട്ടത്. മാത്രമല്ല ഇതൊരു പ്ലാന്റ് ബേസ്ഡ് സാധനമല്ല, ഇതൊരു അനിമൽ ബേസ്ഡ് ഒരു ടാബ്ലറ്റ് ആണ്. എന്നാലും ഞാനൊരു വീഗൻ ആണെങ്കിൽ പോലും എനിക്ക് ഈ ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ടും മാത്രമല്ല ഇതിനുള്ള ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടോ എന്ന് ഞാൻ മൾട്ടിപ്പിൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മൾട്ടിപ്പിൾ കൺസൾട്ടേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇത് കൺസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം എൻ്റെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് മിഡ് സെപ്റ്റംബറിലാണ്, ഈ 2024. എന്നിട്ട് ഇത് ഓൾമോസ്റ്റ് എനിക്കൊരു 1 മന്തിലോളമായിരുന്നു എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്തത്. അപ്പോൾ 1 മന്തിന് ശേഷം ഞാൻ എൻ്റെ വൈറ്റമിൻ ചെക്കപ്പ് ഒരിക്കൽ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരിക്കൽ കൂടി ചെയ്തപ്പോൾ എനിക്ക് വന്ന ലെവൽ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 328 ആയിരുന്നു. അപ്പോൾ എൻ്റെ വൈറ്റമിൻ B12 ബാക്ക് ടു നോർമൽ ലെവൽസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാനിപ്പോൾ പ്ലാന്റ് ബേസ്ഡ് സപ്ലിമെൻറ്റിലോട്ട് ഞാൻ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞു. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഈ പർട്ടിക്കുലർ സപ്ലിമെൻ്റ് ആണ്. ഇതിൽ ഏകദേശം
1000 മൈക്രോഗ്രാം ആണ് വരുന്നത്. അപ്പോൾ എത്രയായിരിക്കും ഇതിൻ്റെ കോസ്റ്റ് എന്നുള്ളത്? അപ്പോൾ ഈ 1000 മൈക്രോഗ്രാം ഉള്ള ഈ സപ്ലിമെൻറ്റ് ആഴ്ചയിൽ 2 പ്രാവശ്യമാണ് ഞാൻ കഴിക്കുന്നത്, 2 ടാബ്ലറ്റ്സ് ആണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 90 ടാബ്ലറ്റ്സ് ആണ് ഈ പർട്ടിക്കുലർ ബോട്ടിലിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് വന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 2700 റുപ്പീസ് ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ടാബ്ലറ്റിന് ഓൾമോസ്റ്റ് 30 റുപ്പീസ് ആണ് വരുന്നത്. അപ്പോൾ വീക്ക്ലി ഞാൻ 2 ടാബ്ലറ്റ് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഒരാഴ്ചയിൽ എനിക്ക് 60 രൂപയാണ്, അതായത് ഒരു ദിവസത്തിൽ ഓൾമോസ്റ്റ് ഒരു 10 റുപ്പീസാണ് ഇതിന് കോസ്റ്റ് വരുന്നത്. ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു വലിയ കോസ്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരിക്കലും അല്ല എന്ന് മാത്രമേ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു വൈറ്റമിന് ഈ ഒരു ചെറിയ കോസ്റ്റ് എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടർ അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ ഇതിന് മറ്റുള്ള കാര്യങ്ങളും കൂടെ ഞാൻ പറയാം. 2 രീതിക്കുള്ള പിൽസ് വൈറ്റമിൻ B12 അവൈലബിൾ ആണ്. ഒന്നിനെ നമ്മൾ ഓറൽ പിൽസ് എന്ന് പറയും, രണ്ടാമതിനെ സബ് ലിംഗ്വൽ എന്ന് പറയും. സബ് ലിംഗ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാക്കിൻ്റെ അടിയിൽ വെച്ചിട്ട് അലിയിച്ച് കഴിക്കുന്ന മരുന്നുണ്ട്. ഓറൽ എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ടാബ്ലറ്റ് എടുത്ത് നമ്മൾ കുടിക്കുന്നു, വെള്ളം കുടിച്ചിറക്കുന്നു, അതിനാണ് ഓറൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ടൈപ്പ് ഓഫ് പില്ലുണ്ട്. 2003 വന്ന ഈ സ്റ്റഡി പറയുന്നത് ഈ 2 പിൽസും ഈക്വലി എഫക്റ്റീവ് ആണ് എന്നുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഇതിലോട്ട് വരുമ്പോൾ ഈ സപ്ലിമെന്റ്സിലോട്ട് വരുമ്പം 2 രീതിക്കുള്ള വൈറ്റമിൻ B12 അവൈലബിൾ ആണ്. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ കോബാലമീൻ എന്നാണ് ഈ വൈറ്റമിൻ B12 വിളിക്കുന്നത്. അത് 2 രീതിക്കായിരിക്കും ഈ ടാബ്ലറ്റ്സിൽ വരുന്നത്. ഒന്നിനെ നമ്മൾ സയാനോ കോബാലമീൻ എന്ന് പറയും, രണ്ടാമതിനെ മെത്തിൽ കോബാലമീൻ എന്ന് പറയും. ഇതിൽ ഈ മെത്തിൽ കോബാലമീൻ ആണ് കുറച്ചുകൂടി നമ്മുടെ ബോഡിക്ക് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അഥവാ വാങ്ങിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ മെത്തിൽ കോബാലമീൻ ഉള്ള സപ്ലിമെന്റ്സ് വാങ്ങിക്കാൻ ശ്രമിക്കുക. ഒരിക്കൽ കൂടി നിങ്ങളുടെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഇത് വാങ്ങിക്കുക. ഇതെല്ലാം ഞാൻ നോളജിന് വേണ്ടി പറഞ്ഞു തരുന്നു എന്നല്ലാതെ നിങ്ങൾ സ്വന്തമായിട്ട് ഒരിക്കലും ഒരു സപ്ലിമെന്റിൽ ഒരു ഡിസിഷൻ ഒരിക്കലും എടുക്കാൻ പാടില്ല. ഓക്കെ, ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, 2023 ഈ സ്റ്റഡി പറയുന്നത് ഓൾമോസ്റ്റ് 66% ഓഫ് വെജിറ്റേറിയൻസിന് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ട് എന്നുള്ള കാര്യമാണ്. എന്നാൽ ഈവൻ മാംസം കഴിക്കുന്നവർക്ക് പോലും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാംസം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ കിട്ടുമെന്നാണ്, എന്നാൽ മാംസം കഴിക്കുന്നവർക്ക് പോലും ഏകദേശം 31% ആൾക്കാർക്ക് ഈ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാംസം കഴിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നിങ്ങൾക്ക് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി വരാതിരിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. അതേപോലെ തന്നെ നിങ്ങൾ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി വരുമോ എന്ന് പേടിച്ച് നിങ്ങൾ ഒരു വീഗൻ ഡയറ്റിലോട്ട് പോകാണ്ടിരിക്കേണ്ട ആവശ്യമില്ല. പ്ലാന്റ് ബേസ്ഡ് ഡയറ്റ് വളരെയധികം ഹെൽത്തി ആണ്. നമ്മൾ ആകെ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മൾ പ്ലാന്റ് ബേസ്ഡ് ഡയറ്റിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സപ്ലിമെന്റ് കഴിക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതാണ് സപ്ലിമെന്റ്സിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയി ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഈ സപ്ലിമെന്റേഷനെ കുറിച്ചുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞോട്ടെ. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, പല ആൾക്കാരും പറയാനുള്ളത് ഒരു വീഗൻ ഡയറ്റ് അല്ലെങ്കിൽ ഒരു വെജിറ്റേറിയൻ ഡയറ്റ് വൈറ്റമിൻ B12 പ്ലാന്റ് ബേസ്ഡ് ഫുഡിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരിക്കലും അത് എടുക്കരുത് എന്നുള്ളൊരു വാദം ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു പൊള്ളയായ വാദമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇപ്പോൾ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള വൈറ്റമിൻ സപ്ലിമെന്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് എടുക്കാൻ വളരെ ചീപ്പറുമാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സ്ഥിതിക്ക് നമ്മൾ അത് കാരണം മാത്രം ഒരു പ്ലാന്റ് ബേസ്ഡ് ഡയറ്റിലൂടെ പോകരുതെന്നോ അല്ലെങ്കിൽ ഒരു വെജിറ്റേറിയൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നോ എന്ന് വാദിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സപ്ലിമെന്റ്സ് എടുക്കുന്നത് പലപ്പോഴും അൺനാച്ചുറൽ ആണ് എന്നുള്ളൊരു മറ്റൊരു വാദവും കൂടി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പഴയ വീഡിയോസിലും പറഞ്ഞിട്ടുള്ള പോലെ തന്നെ അൺനാച്ചുറൽ ആണ് എന്ന് വാദിക്കാമെന്നുണ്ടെങ്കിൽ എല്ലാത്തിനെയും നമുക്ക് അൺനാച്ചുറൽ ആണ് എന്ന് വാദിക്കാം. നിങ്ങൾ ഈ ഇരുന്ന് കാണുന്ന യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ അടിച്ച് കാണുന്നതും നമ്മളിപ്പം പണ്ടത്തെ ഗുഹാ മനുഷ്യൻ ഇതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് നമ്മൾ ഇതെല്ലാം ആർട്ടിഫിഷ്യലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ സപ്ലിമെന്റ് കഴിക്കുന്നതും അൺനാച്ചുറൽ ആണ് എന്ന് വാദിക്കുന്നെങ്കിൽ അൺനാച്ചുറൽ ആണ് എന്ന് എന്തിനേയും വാദിക്കാം. ഈവൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ബനാന, ഇന്നുള്ള ബനാന അല്ലെങ്കിൽ വാഴപ്പഴം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന രീതിക്കൊന്നും ആയിരുന്നില്ല. പണ്ട് ഒരു 500 വർഷം മുന്നേ ബനാനയുടെ കുരു അല്ലെങ്കിൽ വാഴപ്പഴത്തിൽ കുരു എന്ന് പറഞ്ഞ വലുതായിരുന്നു. ഇതുപോലെയായിരുന്നു ബനാനയെ കാണാൻ. എന്നാൽ ഇന്ന് നമ്മൾ ആർട്ടിഫിഷ്യലി ഇതിനെ സെലക്ട് ചെയ്ത് അതിനെ ഈ രീതിക്കുള്ള ബനാന ആക്കി എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ വാഴപ്പഴം ആ രീതിക്ക് നമ്മളിപ്പോൾ കഴിക്കുന്ന വാഴപ്പഴത്തിൻ്റെ രീതിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതും ആർട്ടിഫിഷ്യലാണ്. അപ്പോൾ അത് നാച്ചുറൽ അല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് വാദിക്കാം. അപ്പോൾ നാച്ചുറൽ അല്ല എന്ന് എന്തിനു വേണോ വാദിക്കാം. ഇതിനെ നമ്മൾ ന്യായ വൈകല്യമായി പറയാറുണ്ട്, അപ്പീൽ ടു നേച്ചർ എന്ന് പറയാറുണ്ട്. അപ്പോൾ അതൊരു ന്യായ വൈകല്യമാണ്. അതുകൊണ്ട് സപ്ലിമെന്റ് എടുക്കുന്നത് ഒരു മോശം കാര്യമാണ് എന്നുള്ളതുകൊണ്ട് മാത്രം വൈറ്റമിൻ B12 സപ്ലിമെന്റ് എടുക്കാണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇനി മറ്റൊരു മിത്ത് എന്ന് പറയുന്നത്, ഇപ്പോൾ ഉള്ള കുറേ പുതിയ സ്റ്റഡീസിൽ ചില പ്ലാന്റ് ബേസ്ഡ് സോഴ്സസിൽ B12 ഉള്ളതായിട്ട് കാണപ്പെടുന്നുണ്ട് എന്നുള്ള പഠനങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിൽ ഈ ടെമ്പെ എന്ന് പറയുന്ന സാധനം, ടെമ്പെ എന്ന് പറയുന്ന സോയയിൽ നിന്നും വരുന്ന ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിനാണ് ടെമ്പെ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അതേപോലെ ടീ ലീഫിൽ, അതായത് ചായപ്പൊടിയിൽ ഉള്ള, അതേപോലെ മഷ്റൂംസിൽ, അതേപോലെ ഡക്ക് വീഡ് എന്ന് പറയുന്ന സാധനം, ഇതിലൊക്കെ
vitamin B12 ഉണ്ട് എന്നുള്ള പഠനങ്ങൾ ഇപ്പോൾ പുറത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഇത് സയൻറ്റിഫിക്കലി അതങ്ങനെ പ്രൂവൺ ആയിട്ടില്ല, ഒരു കൺസെൻസസ് ആയിട്ട് മാറിയിട്ടില്ല. ഇപ്പോഴും അതൊരു റിസർച്ച് ഫേസിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സയൻറ്റിഫിക് കൺസെൻസസ് എന്ന് പറയുന്നത് പ്ലാന്റ് ബേസ്ഡ് സോഴ്സസിൽ നിന്നും ഒരിക്കലും നമുക്ക് കിട്ടുന്നില്ല B12 എന്നുള്ളതാണ്. ഇനി അഥവാ അത് ഉണ്ടെങ്കിലും അത് ബയോ അവൈലബിൾ ഫോമിൽ അല്ല എന്നുള്ളതാണ് സയൻറ്റിഫിക് കൺസെൻസസ്. അപ്പോൾ നമുക്ക് 3 സോഴ്സ് മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അനിമൽ പ്രോഡക്ട്സ് ഉണ്ട്, രണ്ടാമത് ഫോർട്ടിഫൈഡ് ഫുഡ്സ് ഉണ്ട്, മൂന്നാമത് സപ്ലിമെന്റ്സ് ആണ്. അപ്പോൾ ഈ 3 സോഴ്സസ് മാത്രമേ ഉള്ളൂ. ഇനി ഇതിൽ മറ്റൊരു വാദം എന്ന് പറയുന്നത് ഈ B12 വേണ്ടി അതിനുവേണ്ടി മാത്രം ഞാൻ മാംസം കഴിക്കും, അല്ലെങ്കിൽ അതിനുവേണ്ടി അത് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ മാംസം കഴിക്കുന്നത് എന്നുള്ള വാദത്തിനോടും ഒരു ശരിയായ വാദമല്ല എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. കാരണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കഴിക്കുന്ന ഈ മീറ്റ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ഫാക്ടറി ഫാംഡ് ആയിട്ടുള്ള മീറ്റാണ് നമ്മൾ കഴിക്കാറുള്ളത്. അപ്പോൾ ഫാക്ടറി ഫാമിൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ മൈക്രോ ഓർഗാനിസം ആണ് ഈ B12 പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ല അനിമൽസ് തനിയെ അത് ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്, പകരം മൈക്രോ ഓർഗാനിസം ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫാക്ടറി ഫാമായിട്ട് ചെയ്യുന്ന അനിമൽസിൽ ഈ മൈക്രോ ഓർഗാനിസത്തിന്, കാരണം ഈ മൈക്രോ ഓർഗാനിസം പലപ്പോഴും സോയിലിലാണ് കാണപ്പെടാറുള്ളത്, അപ്പോൾ സോയിലിൽ നിന്നും ഈ ബോഡിയിലോട്ട് ഈ മൈക്രോ ഓർഗാനിസം എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഫാക്ടറി ഫാം ചെയ്യുന്ന ആൾക്കാർ ഇതിന് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സപ്ലിമെന്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അതായത് ഈ അനിമൽസിന്റെ ഫുഡിന്, ഈ കന്നുകാലികളുടെ ഫുഡിന് ഈ സപ്ലിമെന്റ്സ് ആഡ് ചെയ്ത് B12 സപ്ലിമെന്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പം ഇൻഡയറക്ട്ലി നിങ്ങൾ മാംസം കഴിച്ചു കഴിഞ്ഞാലും ഇൻഡയറക്ട്ലി അത് സപ്ലിമെന്റ്സ് വഴിയാണ് എടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വർഷവും പറ്റുമെങ്കിൽ എല്ലാ ക്വാർട്ടറിലും 3 മാസമോ 4 മാസത്തിലോ ഒരിക്കൽ നിങ്ങൾ ഒരു കംപ്ലീറ്റ് വൈറ്റമിൻ പ്രൊഫൈൽ എടുക്കുക. അതിൽ B12 പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ട് അഥവാ ആ ഡെഫിഷ്യൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുമായി കൺസൾട്ട് ചെയ്ത് ഡോക്ടർ പറയുന്ന ആ പർട്ടിക്കുലർ എത്രയാണ് മൈക്രോഗ്രാം പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ കേസിൽ 1500 മൈക്രോഗ്രാം ആയിരുന്നു സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ 1500 കിട്ടുന്ന ഏതെങ്കിലും ഒരു സപ്ലിമെന്റ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഇന്ന് അനിമൽ ബേസ്ഡ് ആയിട്ടുള്ള വൈറ്റമിൻ B12 സപ്ലിമെന്റ്സും ഈവൻ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള വൈറ്റമിൻ B12 സപ്ലിമെന്റ്സും അവൈലബിൾ ആണ്. അപ്പോൾ ഇത് പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ അത് ഡോക്ടറുമായി കൺസൾട്ട് ചെയ്ത് നിങ്ങൾ എടുക്കുക. കാരണം ഇത് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യമൊക്കെ റിവേഴ്സിബിൾ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് ഇറിവേഴ്സിബിൾ ആകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ബി വെരി കെയർഫുൾ അബൌട്ട് ദാറ്റ്. ഇതേപോലെ തന്നെ വളരെയധികം ഡീറ്റെയിൽഡ് ആയി ഫാറ്റ് ലോസിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന നേരത്തെ ഒരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ പരം, നിങ്ങളുടെ ആവറേജ് മല്ലു ഫിറ്റ് ഗായ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.